السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. صدق الله مولانا العظيم. وقال رسول الله صلى الله عليه وسلم: العلم حياة الإسلام وعماد الدين. صدق رسول الله. ഏറ്റവും ബഹുമാനമുള്ള ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കൂടിയാണ് ബഹുമാനപ്പെട്ട പണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈദി അവറുകൾ, ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ, മറ്റു സാദാത്യങ്ങൾ, ആലിമീങ്ങളായ ധാരാളം മഹത്തുക്കൾ ഇവിടുണ്ട്. പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകർ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട പാണ്ടിക്കാട് സ്ഥാപിതമായ അൽ അൻസാർ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥാപനം, അത് പറയുമ്പോൾ ആദ്യമായി മനസ്സിൽ കടന്നു വരുന്നത് ബഹുമാനപ്പെട്ട മർഹൂം ബാപ്പുസ്താദ്. ആദ്യം കാണുന്ന കാലത്ത് ബഹുമാനപ്പെട്ടവർ പാലക്കാട് പഴയ സ്ഥാപനത്തിൽ സജീവ പ്രവർത്തനം നടത്തുന്ന ആളായിരുന്നു. പിന്നെ അത് നമ്മളെ വഴിയിൽ കൂടെ അല്ലാതെയും ചില ഏതുകളൊക്കെ വന്നപ്പോൾ ബാപ്പുസ്താദ് അതിൽ നിന്ന് മാറി. പിന്നെ ഈ സ്ഥാപനമാണ് വഫാത്ത് വരെ ബാപ്പുസ്താദിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സ്ഥാപനം. ഞാൻ കാണുമ്പോഴൊക്കെ, എന്നെയുമായി കാണുമ്പോഴൊക്കെ പറയാൻ ഉള്ളത് വാർക്കാൻ പറയും. അതിൽ പ്രധാനമായിട്ട് ഈ സ്ഥാപനത്തിൻ്റെ കാര്യം ആ ദുആയിൽ ബഹുമാനപ്പെട്ടവർ വായിക്കാൻ പറയുമ്പോൾ മറക്കാറില്ല. അത് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പരിശുദ്ധ ദീനിൻ്റെ കാവൽക്കാരായിരുന്ന, ദീനിൻ്റെ സുരക്ഷത്തിന് വേണ്ടി നബിയും നബിതങ്ങളുടെ കൂടെ പോയ മുഹാജിറുകളായ സ്വഹാബത്ത്, അവർ നാളും വീടും കൂട്ടും കൂടുമ്പൊക്കെ വെടിഞ്ഞ് ദീനിനെ മാത്രം ലക്ഷ്യമാക്കി മദീനത്തേക്ക് പോയവരാണ്. ഇന്നിപ്പോൾ വേഗത കൂടിയ റോഡ് വളരെ സൗകര്യപൂർവ്വം ഉണ്ടാക്കിയിട്ടും മക്ക മദീനയുടെ ഇടയിലുള്ള ദൂരം 420 കിലോമീറ്റർ.
ഉണ്ട്. അന്ന് കാടും മലയും കുന്നും വളവും തിരിവും കയറ്റും ഇറക്കുമൊക്കെ ഉള്ള കാലം. ഇന്നത്തെ ഒരു വാഹനം വന്നില്ല. അങ്ങനത്തെ ആ പഴയ കാലത്ത് നടന്നു. ആ കൂട്ടത്തിൽ ചിലരത്തൊക്കെ കഴുതയും ഒട്ടകവും അങ്ങനെയൊക്കെ കൂടി ഇങ്ങനെ പോയ ഒരു പോക്കാണ് ഹിജ്റ. വളരെ അങ്ങേയറ്റം സാഹസപ്പെട്ട ഒരു യാത്രയായിരുന്നു. ആ യാത്രയിൽ മദീനത്തെത്തിയപ്പോ മദീനക്കാരായ സ്വഹാബ യാതൊരു പ്രയാസവും കൂടാതെ ഇവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അവർക്ക് വീട് വെക്കാൻ സ്ഥലമില്ല, അവർ സ്ഥലം കൊടുത്തു. വീട് ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അതിൻ്റെ മുമ്പ് അവർക്ക് ഭക്ഷണം കൊടുക്കാൻ മദീനക്കാരായ ആളുകൾ തന്നെ സംവിധാനം ചെയ്ത് ഓരോരുത്തരുടെയും വീട്ടിക്ക് കഴിവനുസരിച്ചുള്ള ആളുകളെ അവർ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തു. ഇങ്ങനെ അൻസാർ എന്ന പേരിൽ തന്നെ സഹായികൾ എന്നാണ് അർത്ഥം. ആ പേരിൽ ഖിയാമത്ത് നാൾ വരെ അറിയപ്പെടുന്ന കൂട്ടരാണ് അൻസാർ. അവരുടെ പേരിലാണ് നമ്മുടെ ഈ സ്ഥാപനം. അതാ ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ അല്ലാഹുവിൻ്റെ സഹായം എവിടത്തേക്കുണ്ടാവും യാതൊരു സംശയവുമില്ല. കാരണം അവർ വലിയ മഹത്തുക്കളിലല്ലേ. റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വലിയ ശറഫുള്ളവരാണ് ആ സ്വഹാബത്ത്. പ്രത്യേകിച്ച് ബദറിൽ ഷഹീദായ ശ്രോതാക്കൾ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവർ, ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തവർ, അങ്ങനത്തെ വലിയ വലിയ മഹത്തുക്കളൊക്കെ ആ പറഞ്ഞ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ ആ നാമധായത്തിലുള്ള ഈ സ്ഥാപനം അല്ലാഹു ഏത് നിലക്ക് നോക്കിയാലും അത് ഉയർത്തും, വളർത്തും, യാതൊരു സംശയവുമില്ല. ഇന്നിപ്പോ പല സ്ഥാപനങ്ങളും ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ദീനിയായ ഒരു കറുമ്പ് പോലും ഇല്ലാത്ത ചില സ്ഥാപനങ്ങളുണ്ട്. അവർക്ക് എന്ത് ആ സ്ഥാപനത്തിൽ നേടാൻ കഴിഞ്ഞു? ഒന്നും പഠിച്ചില്ല. അവർക്ക് ഇസ്ലാമിക സംസ്കാരം എന്ന് പോയി മനുഷ്യ സംസ്കാരം തന്നെ ഇല്ലാതായിപ്പോയി. എത്ര വരെ ഇപ്പൊ അടുത്ത ദിവസം കോഴിക്കോട് താമരശ്ശേരിക്കടുത്ത് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കരങ്ങളാൽ പടുത്തുയർത്തിയ വലിയ സ്ഥാപനമാണ് നോളേജ്. അതിൻ്റെ ഏകദേശം അടുത്ത ഒരു തലമാണ്. ആ സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ, മുസ്ലിം ചെറുപ്പക്കാരൻ കഞ്ചാവിന് അടിമപ്പെട്ട് അവൻ ലഹരിയിൽ എന്തായിപ്പോയി. അവൻ ഒരു കമ്പിപ്പാര എടുത്ത് സ്വന്തം ഉമ്മയുടെ തലക്കടിച്ചു. തൽക്ഷണം ആ സ്ത്രീ ഉമ്മ മരിച്ചു. ഇത് എൻ്റെ ഉമ്മയാണ്, ഉമ്മയെ ഞാൻ ഒന്നും ചെയ്യാൻ പാടില്ല, എന്നാൽ കഴിയുന്ന എല്ലാ ഹിതമയും ചെയ്യാൻ ഞാൻ കടമപ്പെട്ടവനാണ് എന്ന് അവനെ ആരും പഠിപ്പിച്ചിട്ടില്ല. അപ്പോ വാർത്താ മാധ്യമങ്ങളും ഇന്നുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നോക്കുമ്പോൾ ഓരോ ദിവസവും എത്ര കൊലപാതകങ്ങൾ, എത്ര അതുപോലെ നിഷ്ഠൂരമായ പ്രവർത്തനങ്ങൾ ഒക്കെ നടത്തുന്നത് നാം കാണുന്നു. തീരെ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെന്ന് പറഞ്ഞുകൂടാ. ഒരുപക്ഷെ ഭൗതികമായ വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടാവും. പക്ഷേ മനുഷ്യനെ കൊന്ന വിദ്യാഭ്യാസം
അവർക്കില്ലാതെ പോയി. അതിൻ്റെ തൊട്ട് തന്നെ പിന്നെ നമ്മൾ വാർത്ത കണ്ടില്ലേ, ഒരു സ്ത്രീയെയും 75 വയസ്സുള്ള സ്ത്രീ, 56കാരനായ ആ സ്ത്രീയുടെ മകൻ, രണ്ടുപേരെയും വേറൊരാള് വെട്ടി അങ്ങോട്ട് കൊന്നു. ഒരു പ്രയാസമില്ല, നിഷ്പ്രയാസമായി നടക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ ഒന്നും ചോദിച്ചാൽ മനുഷ്യനെ മനുഷ്യനാക്കുന്ന വിദ്യാഭ്യാസം കിട്ടാതെ പോയി. ആ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദുന്യാവിൽ ജീവിക്കും നമുക്ക് ദുന്യവിയായ സംഗതികളും അറിയണമല്ലോ. അതുകൊണ്ട് എല്ലാം സംവിധാനിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയാണ് അൽ-അൻസാർ അടക്കമുള്ള നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ. ആ സ്ഥാപനത്തിൽ ചെറുപ്പം മുതൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പം അവർക്ക് ദീനിയായ ബോധവും ഉമ്മയായും ഉപ്പയെ ഉപ്പയായും ഉസ്താദുമാരെ അതെൻ്റെ ഉസ്താദ് ഗുരുവര്യനായും ഇങ്ങനെ ആരൊക്കെ ഏതൊക്കെ കണക്ക് കാണേണ്ടതുണ്ടോ, അവരോട് എങ്ങനെ പെരുമാറേണ്ടതുണ്ടോ അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന നല്ല നല്ല സ്ഥാപനങ്ങൾ. ആ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയവർ അരികിൽ നിന്ന് ഇങ്ങനത്തെ വളരെ മോശകരമായ സംഗതികൾ നമ്മൾ കേൾക്കില്ല. അതിന് വഴിയില്ല. അതൊന്നും ഇല്ലാതെ പോയ ജനങ്ങളിൽ നിന്ന് മനുഷ്യനെ ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും നമ്മൾ കേൾക്കും. അള്ളാഹു അങ്ങനത്തെ സംഗതിയൊന്നും നമ്മളിൽ, നമ്മളെ മക്കളിൽ, നമ്മളുമായി ബന്ധപ്പെട്ടവരിൽ, നമ്മളെ നാടിൽ തന്നെ വരാൻ പാടില്ല. മതം ഏത് മതമായാലും മനുഷ്യരായി ജീവിക്കണം. എല്ലാവരും പരസ്പരം മനുഷ്യരായി കാണുമ്പോൾ ഒരു മനുഷ്യന് കൊടുക്കേണ്ട ബഹുമതി എല്ലാവരും കൊടുക്കണം. അവിടെ മതവിദ്യാഭ്യാസം അല്ലെങ്കിൽ മതവ്യത്യാസം അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യത്യാസം അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നും വ്യത്യാസമായി കണ്ടുകൊണ്ടും ഇന്നിപ്പോ കൊലപാതകം നടക്കണം. അതൊന്നും പാടില്ലെന്ന് മനുഷ്യനെ പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം മതം. ഇസ്ലാം ഒരിക്കലും ഭീകര പ്രവർത്തനത്തിന്റെ തീവ്രവാദത്തിന്റെ മതമല്ല. അത് ചിലർ മെനഞ്ഞുണ്ടാക്കുന്ന ചില വാദഗതികളാണ്. അതിലൊന്നും നാം എത്തിപ്പെടാൻ പാടില്ല. അതിൻ്റെ ആളുകളായി നാം മാറാൻ പാടില്ല. നാം ലോകത്ത് ജീവിക്കുമ്പോൾ സാഹോദര്യത്തോടെ വളരെ സഹിഷ്ണുതയോടെ എല്ലാവരും വലിയ സാഹോദര്യത്തോടെ ജീവിക്കാനും എല്ലാ കാര്യങ്ങളും ആ നിലക്ക് പ്രവർത്തിക്കാനും ഒക്കെ തയ്യാറാകണം. അതിനൊക്കെ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ ഇതുപോലത്തെ സ്ഥാപനങ്ങൾ. അതുകൊണ്ട് ഈ സ്ഥാപനത്തൊക്കെ ശക്തിപ്പെടുത്തണം എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന ഖുർആൻ വാക്യം കൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.